ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ശാർങ്ങക്കാവ് ദേവി ക്ഷേത്രം കാണാൻ പോവുകയാണ്. ഇത് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ്, പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ ഈ കാവ് കണ്ടിട്ടില്ല ഗൈസ്. അങ്ങനത്തെ ഈ കാവിലോട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു പ്രതിമയാണ് ഗൈസ്. പക്ഷേ ഈ പ്രതിമയുടെ പേരെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചതേ കാവിലോട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പം എൻ്റെ പൊന്ന് സാറേ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര രസമാണ് ഗൈസ് കാണാൻ. നല്ല രസമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര രസം, നല്ല പച്ചപ്പാണ് ഗൈസ് കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, അമ്പലം കണ്ടു. അമ്പലത്തിൽ വെള്ളമായിരുന്നു, നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് അച്ചൻകോവിലാറാണ് ഗൈസ്. അങ്ങനെ അച്ചൻകോവിലാർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം അമ്പലത്തോട്ട് കയറും. എല്ലാ വട്ടവും അങ്ങനെയാണ്. അങ്ങനെ അമ്പലത്തിൽ വെള്ളം നിറഞ്ഞ് നിൽക്കണം. അങ്ങനെ ഞങ്ങൾ കാവിനുള്ളിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ച് കയറുമ്പോൾ തന്നെ നല്ല രസമല്ല കാണുന്നത്. അങ്ങനെ ഈ കാവിൽ വെച്ചാണ് ഗൈസ് ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. ആ സിനിമയുടെ പേര് കക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ ഡാഡി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടിറങ്ങിയൊരു സിനിമയാണ്. അങ്ങനെ കാവിലൊന്നും കുരങ്ങുകളില്ലാതെ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും മരത്തിനകത്ത് നിറച്ച് കുരങ്ങുകൾ നിൽക്കുന്നു. അവർ അവിടെ ബിസ്ക്കറ്റിന് വേണ്ടി അടികൂടുകയാണ്. അങ്ങനെ പാലത്തിൽ വെള്ളം കാണാൻ വരുന്നവരുടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചൊക്കെയാണ് ഇവർ തിന്നുന്നത്. അങ്ങനെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ വെള്ളം കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. കണ്ടോ, വെള്ളം നല്ലോണം നിറഞ്ഞ് കവിയുന്നുണ്ട്. ഇങ്ങോട്ട് എപ്പോഴും വെള്ളം കയറും. അങ്ങനെ ഞങ്ങളുടെ അച്ചൻകോവിലെയും ശാർങ്ങക്കാവിലെയും വിശേഷം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.